നമസ്കാരം. ഇൻഷുറൻസ് അഡിക്ഷൻ ഇങ്ങനൊരു വാക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഇനി മുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇൻഷുറൻസ് അഡിക്ഷൻ. എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ടോ എങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കണ്ട. ഞാൻ പറയുന്നത് വളരെ സാധാരണക്കാരായിട്ട് ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പാവപ്പെട്ട ആളുകൾ കേട്ടാൽ മതി. പണ്ടൊക്കെ നമ്മുടെ ആളുകൾ സർക്കാർ ആശുപത്രി പോകുന്നത് ധർമാശുപത്രി പോകാമെന്ന് പറയും. അപ്പോൾ അത്തരമുള്ള ആളുകൾ, അതായത് ആലോചിച്ചു, നിങ്ങൾ മുമ്പ് സർക്കാർ ആശുപത്രിയിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഇൻഷുറൻസ് കാർഡ് അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ചികിത്സ മുഴുവൻ സൗജന്യമായിരുന്നില്ലേ? സർക്കാർ ആശുപത്രിയിൽ എന്തിനാണ് ഒരു ഇൻഷുറൻസ് കാർഡിൻ്റെ ആവശ്യം? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മറ്റുള്ള പ്രൈവറ്റ് ഇൻഷുറൻസ് കാർഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ ക്ലെയിം ചെയ്യുന്നത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ക്ലെയിം ചെയ്യുന്നത് മനസ്സിലാക്കാം. സർക്കാർ ആശുപത്രിയിൽ ഇൻഷുറൻസ് കാർഡ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചു, അത് ശീലിപ്പിച്ചുകൊണ്ട് അത് അഡിക്റ്റ് ആകണം. കാരണം നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ള നമ്മൾ ഇതിൻ്റെ കൂടെ ചിന്തിക്കണം. അവരുടെ പ്രീമിയമൊക്കെ ഈ അടുത്ത് വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ വാർത്തകൾ കണ്ടു. അപ്പോൾ ക്രമേണ ഇത്തരം നിയമങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രി, ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വിഷയമാണ്. സ്വകാര്യ ആശുപത്രികളിൽ അമേരിക്കൻ വൻകിട കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മളെ ലൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്രമേണ നമുക്ക് സൗജന്യ ചികിത്സ ഇല്ലാതാവുകയും നമ്മളെ അഡിക്റ്റ് ആക്കിക്കൊണ്ട് ക്രമേണ നാളെ ഇപ്പോൾ ഫ്രീ ആയി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാർഡുകൾക്കൊക്കെ നമ്മൾ പ്രീമിയം അടക്കേണ്ടി വരും. അങ്ങനെ ക്രമേണ നമുക്ക് സൗജന്യ ചികിത്സ ഇല്ലാതാകുന്നൊരു സാഹചര്യം വരും. അന്ന് പണമുള്ളവർക്ക് വലിയ വലിയ കമ്പനികളുടെ പ്രീമിയം എടുത്തുകൊണ്ട് അവർക്ക് സ്വകാര്യ ആശുപത്രികൾ ചികിത്സ ലഭിക്കും. അപ്പോൾ ഈ സർക്കാർ ആശുപത്രികളുടെ ഈ മുമ്പ് നമുക്കുണ്ടായിരുന്ന ഈ സംവിധാനങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക്, ഈ പാവപ്പെട്ട ആളുകൾക്ക്, എന്നെപ്പോലെയുള്ള എന്നെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്, ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ഇത് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കണം, സംവിധാനങ്ങൾ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഇൻഷുറൻസ് അഡിക്ഷനെ കുറിച്ച് നമ്മൾ ഇന്ന് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പറയാണ്ട് ചുരുക്കി പറയാൻ കഴിയില്ല ഗൈസ്, സോറി. ഇനിയും പറയാം.